What's the name? Dexter. Dexter? Dexter. Dexter. Yeah. Hey Dexter. Hello. Oh. Hey guys, നിങ്ങൾ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞാൻ കുറേ നാളായി വന്നിട്ട് ഒരു കുറേ കാലത്തിന് ശേഷമുള്ളൊരു വീഡിയോ ആണെന്ന് പറയാൻ വേണമെങ്കിൽ ഇന്നിവിടെ രണ്ടാമത്തെ സ്നോയാണ്. ആദ്യത്തെ സ്നോ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. സോ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്നോട്, എവിടെയായിരുന്നു, എന്തായാലും ഇത്ര നാൾ കാണാനില്ലോ, എവിടെ പോയി, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചു. കാരണം ഒറ്റ വരവ് വന്നിട്ട് പിന്നെ ഞാൻ കാണാമല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്, ഇവിടെ എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു. മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴ്സിൻ്റെ ലാസ്റ്റ് സെമസ്റ്ററാണ്. അപ്പോൾ ലാസ്റ്റ് തോറ്റിട്ട് കുറേ പൈസകൾ ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ലീവൊക്കെ എടുത്തിട്ട് ഇച്ചിരിയൊക്കെ പഠിച്ച് ഒന്ന് സെറ്റ് ചെയ്തു. എത്ര നാൾ ഇനി പഠിക്കുമെന്ന് അറിയില്ല, എപ്പോഴത് തീരണേ ഒന്ന് പഠിച്ച് മടുത്തു. ഏതായാലും എക്സാമൊക്കെ അത് വഴിക്ക് പോകും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകണം. സോ ഇന്നിവിടെ അടിപൊളി സ്നോയാണ്, അതായത് രണ്ടാമത്തെ സ്നോയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. സോ ഞാനൊന്ന് വെറുതെ മോർണിംഗ് ഒന്നിങ്ങനെ ഇറങ്ങി വെറുതെ വാക്ക് ചെയ്യാണ്. അപ്പം ഇവിടുന്ന് അടുത്തുള്ളൊരു പാർക്കുണ്ട്, അപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് അതുവരെ അവിടെ വരെയുള്ള ഒരു എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥകൾ, എങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഇറങ്ങിയതാണ്. ഇതിലൊരു വലിയ കണ്ടന്റ് ഒന്നും ഇല്ല. എന്നാലും നിങ്ങൾ കുറച്ച് പേര് കാണാത്ത കുറച്ച് വീഡിയോകൾ വിഷ്വൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, കൊറോണയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സീനുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മഞ്ഞ് വീണ് ആകെ മൂടിക്കിടക്കുവാണ്. ചന്ദ്രനിൽ പോയി ഇറങ്ങിയ ഒരു സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ ഇവിടെ മഞ്ഞ് ക്ലീൻ ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത്. സോ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ അടിച്ച് ഫ്രണ്ടിലുള്ള വാക്ക് വേ എല്ലാം ക്ലീൻ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലെ നമ്മളെ കാർ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഈ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലുള്ള സ്ഥലവും മുറ്റം പോലെ നമ്മൾ പറയില്ലേ നാട്ടിൽ, അതെല്ലാം നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ഓക്കെയിൽ ആരെങ്കിലും നടന്നു പോകുമ്പോൾ വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിലേക്ക് തന്നെ വരും അവസാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അവനവൻ്റെ ഇവിടുത്തെ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്മസും കൂടിയാണ്. സോ എല്ലാവരും മാലവെളുപ്പും എല്ലാം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോൾ ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നു, നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിൽ അത്ര ഓളമൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്താ വെച്ചാലും എല്ലാവരും ഭയങ്കര മാലവെളുപ്പൊക്കെ ഇട്ട് ഭയങ്കര നല്ല വൃത്തിയായിട്ട് എന്താ വെച്ചാൽ അലങ്കരിച്ച്, നമ്മുടെ നാട്ടിൽ നമ്മൾ മഞ്ഞ് ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്, അതായത് പഞ്ഞി ഒട്ടിച്ചു അതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്ത് മഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത് നമ്മൾ പുൽക്കൂട്ടിലൊക്കെ. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മൾ സിനിമയിൽ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഇവിടെ നാച്ചുറലി ഉണ്ടാവുകയാണ്. എനിക്കറിയാം നാട്ടിലുള്ളവർ ഇതെല്ലാം കാണുമ്പോൾ വിഷയം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, ഭയങ്കര എൻജോയ് എന്ന് വെച്ചാൽ അവർക്ക് അത്ര സന്തോഷമാണ് ഇങ്ങനെയുള്ള സീനുകളൊക്കെ കാണുമ്പോൾ അല്ലേ. എല്ലാവർക്കും വലിയ ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് ഈ വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കാണാനൊക്കെ മനോഹരമാണെങ്കിലും നാട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇത് അനുഭവിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്നോ ചില സമയത്ത് നമ്മുടെ മുട്ടിനോടൊക്കെ സ്നോ വരുന്ന ദിവസങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഇത് കണ്ടോ, ഒരു 15 സെൻറ്റിമീറ്ററോളം സ്നോ ഇന്ന് വീണിട്ടുണ്ട്. ഈ വീട്ടിലൊക്കെ ഇതേപോലെ മാളകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളാണ് ഈ താഴെ കാണുന്നതൊക്കെ. ഗൈസ്, നമ്മൾ വിൻ്ററിൽ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വിൻ്ററിൽ എന്തെങ്കിലുമൊക്കെ സ്പോർട്ടുകളൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതായത് വിൻ്റർ സ്പോർട്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തൊരു സ്ഥലമൊക്കെ ഉണ്ട്. സോ അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ഗൈസ്, ഇത് അങ്ങനെ ഇവിടെ ഒരു ചെറിയ ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും മഞ്ഞ് വീഴക്കുന്ന ഒരു സീനാണ്. ഇതുണ്ടോ, മൊത്തത്തിൽ മഞ്ഞ് വീഴക്കുന്ന സൈഡിൽ. ഇത് കണ്ടോ, അതെ, ഫുള്ളി സ്നോ വീണാകെ
വൈറ്റ് കളറിൽ. ഇപ്പം ഈ ക്യാമറ എടുത്ത് ഞാനിവിടെ നിൽക്കുന്നതായിട്ട് വേറെ ആളെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ ചന്ദ്രനിൽ നിൽക്കുന്ന ഫീലായിരിക്കും. അതുപോലെ ആയിട്ടുണ്ട്. നോക്കി, what's the name? Dexter. Dexter? Dexter. Dexter. Yeah. Hey Dexter. Hello. Oh. How you, man? Enjoying the weather. Oh, he's enjoying the winter, right? Oh, that's cool. Okay, thank you. Bye bye, you too. ആ കാണുന്ന ബിൽഡിങ് ബിയർ സ്റ്റോർ ആണെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ് പള്ളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നോക്കി ചെകുത്താനും കർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കുവാണ്. അപ്പം അങ്ങോട്ട് വരുന്ന ചെകുത്താന്മാർക്കും നല്ല ആൾക്കാർക്കും എങ്ങോട്ട് വേണമെങ്കിലും കയറാം. ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് കയറാം, അല്ലാത്തവർക്ക് അങ്ങോട്ട് കയറാം. സോ അങ്ങനത്തെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ് ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഗാർബേജ് കൊണ്ടുപോകുന്ന വണ്ടി. ഞാനിത് കുറേ നാളായി ഇത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. സോ നിങ്ങൾക്കിത് കാണാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ഞാനത് ഫോളോ ചെയ്യണം. അടുത്ത് പോയി എന്നാലേ അറിയുള്ളൂ. ഞാൻ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. ആ ഒരു സാധനം കണക്ട് ചെയ്യുന്നു, അത് നേരെ അതിൻ്റെ ഫ്രണ്ടിലെ ബോഗിയിലേക്ക് ഇടുന്നു. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് ഗായ്സ്. ഇതിൽ കുറേ നേരം നമുക്ക് ജാക്കറ്റ്, ഈ സാധാരണ ഹുഡിയും ഗ്ലൗസ് ഇട്ടൊന്നും പിടിച്ചേക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ലെയേഴ്സുള്ള സാധനം വേണം. ഞാനുള്ളിൽ ആ ഒരു ടീഷർട്ടും പിന്നെ ഒരു ചെറിയ ജാക്കറ്റ് അല്ല, ഹുഡി മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ട് തണുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, തണുപ്പ് കയറി വരുന്നുണ്ട്, സൗണ്ട് വരാതിരിക്കുന്നുണ്ട്, സൗണ്ടിന് വിറകിൽ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എൻഡ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ ആയെന്നാണ് തോന്നുന്നത്. അവസാനിപ്പിക്കാറുള്ള സമയമായിട്ടുണ്ട്. പതുക്കെ വീട്ടിലേക്ക് നടക്കാറായി തുടങ്ങി. തണുപ്പ് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അടിപൊളി സ്നോ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തതല്ല, ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്, കുറേ നാളായി വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതാണ്. അതുവരയ്ക്കും വണക്കം. ബൈ.